ഈ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞ് എന്തുമാനം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ഈ കുഞ്ഞിനെ പ്രസവിച്ചത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ തന്നെയാണോ? അവൾക്ക് കുഞ്ഞിനെ വേണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ ആവശ്യമുള്ള എത്രയോ പേരുണ്ടായിരുന്നു. ആരെയെങ്കിലും ഒന്ന് സുരക്ഷിതമായി ഏൽപ്പിച്ചുകൂടായിരുന്നോ? എന്നിട്ട് അവൾക്കുള്ള കാമവേളികളിലൊക്കെ അവൾക്ക് ഏർപ്പെട്ട പോരായിരുന്നോ? ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയവളെ സ്ത്രീ എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും? ഇതെന്നല്ല, ഇപ്പം ഇതുപോലുള്ള അനേക സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ സുഖിക്കുന്നത് സുഖിച്ചോ, പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഓരോ കുരുന്നുകൾക്ക് ജന്മം നൽകിയിട്ട് ആ പാവങ്ങളിങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുന്നത്? എന്തെല്ലാം പ്രിക്കോഷൻസ് ഇപ്പോൾ ഉണ്ട്. നിനക്കൊക്കെ കുഞ്ഞിനെ വേണ്ടെങ്കിൽ കുഞ്ഞിനെ ഉണ്ടാക്കാതിരുന്നൂടെ? എന്തിനാണ് ഈ പാപഭാരം പേറുന്നത്? കുഞ്ഞുകളിയെന്നാണോ നിങ്ങളുടെയൊക്കെ ധാരണ? അവളെയൊക്കെ സ്ത്രീഗണത്തിൽ കൂട്ടാൻ കൊള്ളാവോ? ഒരു സ്ത്രീ പോട്ടെ, ഒരു മനുഷ്യഗണത്തിൽ കൂട്ടാൻ കൊള്ളാവോ? ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക, അതിനുശേഷം കാണുന്നവനെയൊക്കെ ഭർത്താവായിട്ട് സ്വീകരിക്കുക, അവൻ്റെ കൂടെ കൂടിയിട്ട് സ്വന്തമായിട്ട് പ്രസവിച്ച കുഞ്ഞിനെ വേദനിപ്പിക്കുക, ഇഞ്ചിഞ്ചായി കൊല്ലുക, അതിനെ കൊലപ്പെടുത്തുക. ദുഷ്ടത്തി. ഇത്രയും മനസ്സലിവില്ലാതായി പോകുന്നല്ലോ എന്നുള്ളതാണ്. നിനക്ക് കാമം തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ നിനക്കിങ്ങനെ അന്യപുരുഷന്മാരോട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ ആ കുഞ്ഞിനെ ആരെയെങ്കിലും നീ സേഫായിട്ട് ഏൽപ്പിച്ചിട്ട് പൊക്കൂടായിരുന്നോ? എത്രയോ പേരൊരു കുഞ്ഞിക്കാല് കാണാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്ക മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു? കൈ വളരുന്നോ കാല് വളരുന്നോ എന്നും പറഞ്ഞ് എത്ര മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? അവരെ തറയെ വെച്ചാൽ ഉറുമ്പിരിക്കുമെന്നും തലയിൽ വെച്ചാൽ പേനിരിക്കുമെന്നും എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത്. നിൻ്റെ സുഖലോലുതയ്ക്ക് വേണ്ടി നീ ഒരു കുഞ്ഞിനെ കൊന്നപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചുകൂടായിരുന്നത് നിൻ്റെ കുഞ്ഞാണെന്ന്? വല്ലാത്ത സ്ത്രീ തന്നെ. അവൻ എങ്ങനത്തവനോ ആവട്ടെ, അവൻ നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലായിരുന്നല്ലോ. നീയല്ലേ ആ കുഞ്ഞിനെ പ്രസവിച്ചത്? നീയല്ലായിരുന്നു അതിൻ്റെ അമ്മ. എന്തിനാണ് അതിനെ ഇങ്ങനെ വേദനിപ്പിച്ചത്? എന്തിനാണ് അതിനെ കുഴക്കി കൊടുത്തത്? സ്ത്രീഗണത്തിന് തന്നെ അപമാനമായവൾ. അതിൻ്റെ മുഖം കണ്ട് ആർക്കെങ്കിലും സഹിക്കുമോ? ഭരണകൂടം ഇതിനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇനി ഇങ്ങനെ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരും പോലും ഭരണകൂടമായിരിക്കും. കാരണം ഒരു കാര്യം തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ നേരോടെ വിധിക്കാൻ കഴിയത്തില്ലെങ്കിൽ വീണ്ടും അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭരണകൂടത്തിന് വിധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചിട്ട് ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞെന്ന് കുഞ്ഞിനെ. പക്ഷെ കഷ്ടം. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന വൈകൃതങ്ങൾ, അതിലൂടെ ഒഴിവാക്കപ്പെടുന്ന ഒരു ജന്മം, അതിനെ കൊലയ്ക്ക് കൊടുക്കുന്നു. എന്തെല്ലാം പ്രിക്കോഷൻസ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലാണിന്ന് നമ്മൾ ജീവിക്കുന്നത് തന്നെ. എന്തിനാണ് ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾക്കായിട്ട് ഇറങ്ങുന്നത്? ഒരു മനസ്സുഖമാണോ? കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു പോകുന്നത്.